കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ 2 മരണം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്നത് മഹാരാഷ്ട്ര സ്വദേശികളെന്ന സൂചന. വിവരങ്ങളുമായി അതായത് എന്റെ ബസ്സിന് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എന്റെ ബസ്സിന്റെ നേർക്ക് കയറി വന്നു. ഞാൻ ഈ വണ്ടി ഇപ്പുറത്തോട്ട് വെട്ടിയുണ്ട്. അത് എന്റെ ഇടത്തെ സൈഡിൽ കൂടി പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തോട്ട് ആക്കാം. അങ്ങനെയാണ് ഈ കാറ് വന്നിട്ട് എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. കാരണം എന്റെ അപ്പുറത്തെ സൈഡ് എന്റെ നടുഭാഗത്ത് വേറെ യാതൊരുവിധ പൊട്ടലൊന്നുമില്ല. എന്റെ ലെഫ്റ്റ് സൈഡ് ഈ ലെഫ്റ്റ് സൈഡിൽ വന്നാണ് ഈ വണ്ടി ഇരിക്കുന്നത്. അപ്പൊ ഈ വണ്ടി അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ കൺട്രോൾ പോയിട്ടാണ് ഞാൻ നേരെ ഈ വണ്ടി ഇങ്ങോട്ട് ഓടിച്ചു കയറുന്നത്. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാറും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. MC റോഡിൽ ചടയമംഗലത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിൽ ഈ ടൂറിസ്റ്റ് ബസ് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അയ്യപ്പ ഭക്തർ അവരുടെ വാഹനം ഈ അയ്യപ്പ ദർശനം ശബരിമല ദർശനം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഈ ഒരുപക്ഷെ ഈ കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കാരണം അതിന് കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ആ പ്രതികരണം നൽകിയത് ആ ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു. ആ വാഹനം, അതായത് എതിർദിശയിൽ വന്ന കാറ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു പന്തികേട് തോന്നിയത് കാരണം വശത്തേക്ക് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും കാർ ഇങ്ങോട്ടേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. 5 പേരായിരുന്നു ആ കാറിനകത്ത് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു കാറായിരുന്നു അത്. അവർ ഒരുപക്ഷെ മഹാരാഷ്ട്ര സ്വദേശികളായിരിക്കാം എന്നുള്ളതാണ് ഒരു സൂചന. കൃത്യമായി അവരുടെ അഡ്രസ്സോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നവരാണോ ഇപ്പോൾ 2 പേർ മരിച്ചിരിക്കുന്നത്? അതെ, കാറിലായിരുന്നു 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. ഒരാളെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിച്ചു. മറ്റ് 3 പേർ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരു കുട്ടി SAT-യിലുമാണ് ചികിത്സയിലുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവർ കൃത്യമായി എവിടത്തുകാരാണെന്നുള്ളതിൽ തന്നെ ഒരു കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള നിഗമനത്തിൽ തന്നെയാണ് ചടയമംഗലം പോലീസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ അയ്യപ്പ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷെ ക്ഷീണം കാരണം ഒന്ന് കണ്ണടഞ്ഞു പോയതായിരിക്കാം ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നിഗമനം. ആ ഒരു കാര്യം തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ് ആദ്യം ഈ അപകടത്തിന്റെ ഈ കാര്യം അയാളുടെ തൊട്ടടുത്താണ് ഇത്തരത്തിൽ സംഭവം നടക്കുകയും. അപ്പോൾ അത്തരത്തിലൊരു നിഗമനം തന്നെയാണ്. ഇപ്പോൾ പോലീസും അത്തരത്തിലൊരു കാര്യവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ ചടയമംഗലം പോലീസും കടയ്ക്കലിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനവും നടത്തിയത്. ശരി, കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. വിവരങ്ങൾ നൽകിയത് ലിജോ റോളൻസ് ആയിരുന്നു.